പടരുമോ നീ ജനുവരിയിൽ വിരിയുമോ പ്രണയമായി പൊഴിയുമോ ഹിമമഴയിൽ നനയുമോ മെഴുകുപോൽ ഉരുകുമോ ശലഭമായി ഉയരുമോ ശിശിരമായി പടരുമോ അകലേ ഇനി അകലേ അലിവിൻ തിരയുടെ നുരകൾ ഇനിയും ഇനിയും സ്വയം ഇനിയും ഇനിയും പറയാ പരിഭവ കഥകൾ ചിറകുകൾ തേടും ചെറുകിളിമകൾ പോലെ മറയുമൊരീരം പകലിതളുകളോടെ ഓരോസ് ലൂറോസ് ആഹാ അകലേ അകലേ ആരോ പാടും ഒരു നോവുപാട്ടിൻ്റെ നീർത്തരാഗങ്ങൾ ഓർത്തു പോകുന്നു ഞാൻ അകലേ അകലേ പ്രമോദ് ആൻഡ് മീര ഒരു ശരിക്കും ഒരു സ്വപ്നം കാണുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആണ്. വളരെ സട്ടിൽ, എന്താ ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. കൂടുതൽ അഭിപ്രായങ്ങൾ നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. അവരതിനെ എങ്ങനെ കാണുന്നു, ഇതിന് എന്തൊക്കെയാണ് പ്ലസ് ആൻഡ് മൈനസ് എന്നുള്ളത് ചോദിക്കാം. മീര, ഒരു ചോദ്യമാണത്. ഡിഡ് യു ക്രൈ അറ്റ് ദ ലാസ്റ്റ് വെൻ യു ലുക്ക്ഡ് അറ്റ് ദ ആൽബം? യെസ്, ആ ഓർമ്മകൾ വന്നപ്പോൾ അറിയാതെ. That is what I'm asking. I could see only your eyes glittering. കണ്ണിങ്ങനെ ഒന്ന് തിളങ്ങുന്ന കണ്ടു. That means your eyes were getting wet. കാരണം you were really performing without any glycerin. അപ്പോൾ you were into that, ആ ക്യാരക്ടറിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ബോഡി ലാംഗ്വേജ് കണ്ടില്ല. കാരണം എന്ന് വെച്ചെങ്കിൽ ഞാൻ നോക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് കരയുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫ്രം ദ ഐസ്, ഇറ്റ് ഈസ് ഫ്രം ദ ബോഡി. ഇറ്റ് ഷുഡ് കം ഫ്രം ഹിയർ. അപ്പോൾ എന്ന് വെച്ചെങ്കിൽ ഞാനിവിടെ നോക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇവിടേക്ക് ആ മസിൽ ട്വിച്ചിങ് വരുന്നുണ്ടോ എന്നുള്ളത്. ബട്ട് ഐ കുഡ്ന്റ് സീ. ദാറ്റ്സ് വൈ ഞാൻ ചോദിച്ചത് കരഞ്ഞോ ഇല്ലേ എന്നുള്ളത്. കരഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് മീൻസ് യു മേ നോട്ട് ഡൺ ഇറ്റ്, അല്ലെങ്കിൽ അങ്ങനെ കണ്ണീര് വരുത്താൻ സാധിക്കില്ല. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് ഷോട്ട്. ഓക്കെ, നമ്പർ വൺ. Both of you did very well. Nice theme. Pramod, you also, because that's the pair was suiting very well. Okay. മാലാഖയ്ക്ക് ചേർന്നൊരു പെയർ. പക്ഷെ അവസാനം ഒരു ചതിയനായിട്ട് പോയതായിട്ടാണ് അല്ലേ? എനിവേ, ദാറ്റ് ഈസ് ടു ദ പാർട്ട് ഓഫ് ദ സ്റ്റോറി. ഗുഡ് പെർഫോമൻസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻ ഫോർ ബോത്ത് ഓഫ് യു. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു, അസലായിരുന്നു. അതിനൊരു സോഫ്റ്റ് മൂഡാണ്, മനസ്സിലല്ലേ? ആ സോഫ്റ്റ് മൂഡ് തരാൻ നിങ്ങൾക്ക് 4 പേർക്കും പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം. ഓക്കെ, എനിക്ക് തോന്നുക ആദ്യത്തെ ആ എൻട്രി രണ്ടുപേർ മീരയുടെ കുട്ടിക്കാലമാണത് അല്ലേ? അല്ലേ? ഓക്കെ, അത് ഒന്നുകിൽ ഒന്നിച്ച് വരാമായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. രണ്ടും ഒന്നിച്ച് വരാമായിരുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അൺറിയലിസ്റ്റിക് തിങ്. ആ ബർത്ത്ഡേ സീനിൽ മീര മാത്രമേ സന്തോഷിച്ചുള്ളൂ. ബാക്കി നിങ്ങൾ രണ്ടുപേരും ഇതെന്തോ ഒരു വല്ലാത്ത പ്രശ്നമാണ്. യു വർ നോട്ട് ഈവൻ സ്മൈലിംഗ്. പ്രമോദും രഞ്ജു മീരയുടെ മുഖത്ത് സമൃദ്ധമായിട്ട് ചിരി നിൽക്കുന്നുണ്ട്. സോ ഐ ഫെൽറ്റ് ദാറ്റ് ഷീ ഈസ് ഹാവിങ് എ ഗുഡ് ടൈം വിത്ത് ദ കേക്ക് ആൻഡ് ഹർ ഇറ്റ് വാസ് ഹർ ബർത്ത്ഡേ അല്ലേ? അവ നിങ്ങൾക്ക് എന്താ അത് ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഫിനിഷിങ്
ആ വിട്ടു പോകുന്നത് കുറച്ചുകൂടി ഭംഗിയാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ എക്സസൈസ് മറ്റേതായിരുന്നു, ടു ഫൈൻഡ് എ ഡിഫറെൻറ്റ് തിങ്, ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. കാരണം നിങ്ങൾ ചെയ്തത് നന്നായിരുന്നു, അതുകൊണ്ട് നമുക്കതൊക്കെ പൊറുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പ്രമോദ്, മീര നന്നായിരുന്നു, താങ്ക് യു. നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു അതിന്. പ്രമോദ് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. സോ ഡാൻസ് പഠിക്കാതെ ഇത്രയും ചെയ്തത് ഐ ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ എനിക്ക് ആദ്യത്തെ ഈ തുടങ്ങിയ സമയത്തുള്ള മൂമെൻറ്റിൽ പ്രമോദ് കുറച്ചൊരു ആർട്ടിഫിഷ്യലായിട്ട് വേണമെന്ന് വെച്ച് ഡാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് ആ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ തോന്നിയെങ്കിലും പിന്നെ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഇതിൽ വന്നിട്ട് യു വെർ കംഫർട്ടബിൾ, അത് കാണാനുണ്ടായിരുന്നു. മീരയുടെ എനിക്ക് എടുത്ത് പറയാനുള്ള ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. ഏറ്റവും കൂടുതൽ യു ഇംപ്രസ്ഡ് മീ വാസ് വിത്ത് ദ ആൽബം ഫിനിഷിങ്ങിൽ. ഇറ്റ് വാസ് brilliant. Anyway, overall it was very good. Thank you. Keep it up. Thank okay. you.